സർ, എൻ്റെ സ്ഥാപനത്തിന് 2024 ഏപ്രിലിൽ ഒരു അസസ്മെൻ്റ് ഓർഡറും ഡിമാൻഡ് നോട്ടീസും വരികയുണ്ടായി. ആ അസസ്മെൻ്റ് ഓർഡർ 2020-21 ഫൈനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ റവന്യൂ റിക്കവറി നോട്ടീസ് വരികയുണ്ടായി. അപ്പോൾ എനിക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് സാർ ഒന്ന് പറഞ്ഞു തരണം. അതായത് 2020-21 സാമ്പത്തിക വർഷത്തിലെ ഓർഡറുകൾ 2024 ഏപ്രിൽ മാസം GST പോർട്ടലിൽ വന്ന് കടന്നിരുന്നു, അല്ലെങ്കിൽ അങ്ങയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഡിമാൻഡ് നോട്ടീസും കിട്ടിയിട്ടുണ്ട്. അപ്പീൽ ഫയൽ ചെയ്യേണ്ട സമയം 3 മാസമാണ്. അതായത് മെയ്, ജൂൺ, ജൂലൈ. അതായത് ഏപ്രിൽ 1-ാം തീയതിയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെയ് മാസം 1-ാം തീയതി ആയപ്പോൾ 1 മാസമായി, ജൂൺ മാസം 2 മാസമായി, ജൂലൈ മാസം 1-ാം തീയതി ആയപ്പോൾ 3 മാസമായി. GST നിയമത്തിൽ ഒരു അഡ്ജുഡിക്കേഷൻ ഓർഡർ, ആ ഓർഡറിന് അപ്പീൽ ഫയൽ ചെയ്യേണ്ട സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് 3 മാസമാണ്. 1 മാസം കൂടി ഡിലേ കണ്ടോണേഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്പീലേറ്റ് അതോറിറ്റിക്ക് അത് സ്വീകരിക്കാം. അതായത് 120 ദിവസം. താങ്കളെ സംബന്ധിച്ചിടത്തോളം 2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയപ്പോൾ താങ്കളുടെ ഡിലേ കണ്ടോണേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള അപ്പീലിൻ്റെ സമയം കഴിഞ്ഞുപോയി. ഇന്നിപ്പോൾ 25 ഓഗസ്റ്റ് കഴിഞ്ഞു, 26 ഏപ്രിലായി. ഏതാണ്ട് 18-20 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേരള ഹൈക്കോടതി ഡിലേയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ആ ഉത്തരവനുസരിച്ച് ആക്റ്റിൽ ഒരു ഡിലേ കണ്ടോണേഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യണമെന്നതാണ് ഇപ്പോൾ നിലവിലുള്ള കേരള ഹൈക്കോടതിയുടെ വിധി. എന്നാൽ മദ്രാസ് ഹൈക്കോടതി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഡീഷണൽ പ്രീ ഡെപ്പോസിറ്റ് അടച്ചുകൊണ്ട്, സാധാരണ ഫസ്റ്റ് അപ്പീലിൽ 10% ടാക്സിൻ്റെ ഡ്യൂ പ്രീ ഡെപ്പോസിറ്റായിട്ട് അടയ്ക്കണം. അതിൻ്റെ തുക 25% ആക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള പല കോടതികളും ഡിലേ കണ്ടോൺ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, താങ്കൾ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ മുന്നിൽ ഫസ്റ്റ് അപ്പീൽ തന്നെ ഡിലേ കണ്ടോണേഷൻ വെച്ച് ഫയൽ ചെയ്യുക. അപ്പോൾ നിയമപ്രകാരം ആ 4 മാസം എന്നുള്ളത് കഴിഞ്ഞു. പിന്നെ ഏതായാലും ഇപ്പോൾ റവന്യൂ റിക്കവറി നടപടി വന്നിരിക്കുന്നത് കൊണ്ട് താങ്കൾ നിയമം അനുസരിച്ച് യാതൊരു പ്രൊവിഷനും ഇപ്പം ഇല്ല. പക്ഷേ താങ്കൾക്ക് റവന്യൂ റിക്കവറി നടപടി അതിജീവിക്കണമല്ലോ. അതിന് തൽക്കാലം ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യാം. അതിന് വരുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% പ്രീ ഡെപ്പോസിറ്റ് അടയ്ക്കണം എന്നതും, KLBF പിന്നെ അത് ഫയൽ ചെയ്യുന്ന അഡ്വക്കേറ്റിനോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ ഉള്ള ഫീസേ വരുള്ളൂ. അത് വെച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 3-4 മാസത്തിനുള്ളിൽ ഈ അപ്പീൽ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഡിലേ കണ്ടോണബിൾ ലിമിറ്റിൻ്റെ മുകളിലായതുകൊണ്ട് അത് ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി തള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ താങ്കൾക്ക് മറ്റ് നിയമ നടപടികൾ, അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. അതിനിടയ്ക്ക് ഒരുപക്ഷെ കേരള ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഏതെങ്കിലും പുതിയ പ്രൊവിഷൻ കൊണ്ടുവന്നാൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവുണ്ടായാൽ അത് താങ്കൾക്ക് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊന്നുമല്ലെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാർ GST കൗൺസിലിലൂടെ ഇത്തരത്തിലുള്ള ഡിലേ ഉള്ള ധാരാളം ഓർഡറുകൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നതിന് വല്ല ആംനസ്റ്റി സ്കീമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അതും താങ്കൾക്ക് ഗുണകരമാകും. ഇതൊന്നുമല്ലെങ്കിൽ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപക്ഷെ
ഇത്തരത്തിലുള്ള ഡിലേയിൽ തീരുമാനമെടുക്കാൻ സാധിച്ചേക്കും. അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനം നാമമാത്രമായിട്ടേ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഏതാണ്ട് ജൂൺ മുതൽ അതിശക്തമായിട്ടുള്ള അപ്പീൽ ഫയലിംഗ് നടക്കാൻ സാധ്യതയുണ്ട്, ഹിയറിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ താങ്കൾ എത്രയും വേഗം ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീ ഡെപ്പോസിറ്റ് 10% അടയ്ക്കണം. അപ്പോൾ ഡിമാൻഡിന് സ്റ്റേ ഉണ്ടാകും. താങ്കൾക്ക് ഇപ്പോൾ അതാണ് ഏറ്റവും ഉത്തമം.